അയ്യോ ഈ സുലൈമാനി കുടിക്കുന്നതിനുണ്ട് മക്കളെ, അതിൻ്റെതൊരു നാക്ക് ദാ ഇങ്ങനെ നല്ല ചൂടോടെ അങ്ങോട്ട് എടുത്തിട്ട് ആദ്യം അതിനൊന്ന് മണക്കണം. എന്നിട്ട് ദാ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കുട്ടിക്കണം. അന്തസ് അന്തസ് ബൈ. എന്റെ കർത്താവേ, ഈ ചായയുടെ കാപ്പിയുടെ കാര്യം പറഞ്ഞ് ഞാൻ പറയാൻ വന്ന കാര്യം ഇങ്ങോട്ട് വിട്ടുപോയല്ല. അല്ല, എന്റെ സ്വറ പറച്ചിൽ കേൾക്കാൻ വന്നവർക്ക് ഇങ്ങോട്ട് വന്നീനാ. നിങ്ങളെ ലൈഫിൽ എപ്പോഴേലും മടുത്ത് വിഷമിച്ച് പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടി ഇരുന്നിട്ടുണ്ടാ? ഒരു പ്രശ്നം തീരുമ്പോ അടുത്തത്, അത് തീരുമ്പോ അടുത്തത്, എല്ലാം തീർത്തിട്ടൊന്നും മനസ്സമാരിട്ട് ഇരിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും എന്റെ പുക കണ്ടിട്ടാ ഞാൻ അടങ്ങുമെന്നും പറഞ്ഞ് ദോണ്ട വരുന്ന ഫ്ലൈറ്റും പിടിച്ച അടുത്തത്. ചിലര് വാട്സപ്പ് സ്റ്റേറ്റസ് ഇടുന്ന പോലെ ട്രെയിനിന്റെ പോകി ഒന്ന് തീരുമ്പോ അടുത്തത്, അത് തീരുമ്പോ അതിന്റെ പുറകെ വേറൊന്നും. നിങ്ങൾക്കറിയാ ഒരു മനുഷ്യൻ തോറ്റു പോണത് എപ്പോഴാണ്? നമ്മുടെ മുന്നിൽ തന്നെ തോക്കുമ്പോഴാ സ്വയം തോറ്റുപോകും. അയ്യോ, പണ്ട് ഞാൻ ഇമ്മാതിരി ഇരിപ്പിരുന്നിട്ടുണ്ട് കേട്ടാ. അന്ന് ഞാൻ ഈ നോർത്തിൽ ജോലിക്കായിട്ട് വന്നതാ. അപ്പൊ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാ താമസം. അപ്പൊ നമ്മള് താമസിക്കുന്ന ഈ ചോക്കുണ്ടല്ല, ചോക്ക് എന്ന് പറയുമ്പോ 4 കെട്ട് പോലെ 4 വശത്തും ലൈൻ പോലെ വീടുകൾ. അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഏരിയ ഉണ്ടല്ലോ, തുറസായിട്ട് അങ്ങനെ കിടക്കും. അപ്പൊ നമ്മള് താമസിച്ചിരുന്നിടത്ത് 3 വശത്ത് വീടുകളും ഒരു വശത്ത് സായിബാബാന്റെ അമ്പലമാണ്. സായിബാബ നമ്മുടെ നാട്ടിലെ സായിബാബ അല്ലട്ടാ, ഈ മഹാരാഷ്ട്രയിലൊക്കെയുള്ള സായിബാബേ. അപ്പൊ മാർബിളും കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞമ്പലം. അതിന്റെ വരാന്തയിൽ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ നല്ല സുഖാണ് കേട്ടോ. അപ്പൊ ഒരിക്കേ ഈ ലൈഫ് എന്ന് പറയണ കണാപ്പൻ വല്ലാണ്ട് അങ്ങോട്ട് വിഷമിപ്പിച്ചപ്പോ ഞാൻ ആ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ ഇരുന്നു. എന്റെ തൊട്ടപ്പുറത്തൊരു വയസ്സായ അപ്പൂപ്പന് ഇരിപ്പുണ്ട്. അപ്പൊ ഇടയ്ക്ക് കാണുമ്പോ ഞങ്ങൾ ചിരിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്റെ മോന്ത കണ്ടിട്ടാന്ന് തോന്നുന്നു മൂപ്പര് വെച്ച് എന്നാ മോളെ പറ്റിയെന്ന് ചോദിക്കേണ്ട താമസം ഞാൻ എന്റെ സങ്കടങ്ങളെല്ലാം കൂട്ടി എടുത്തിട്ട് കുളു അങ്ങോട്ട് പറഞ്ഞു. എന്റെ അപ്പാപ്പാ, ഞാൻ ജീവിതം മടുത്ത് ജീവിക്കാൻ പോലും തോന്നണില്ല. ഒന്ന് തീരുമ്പോ വേറൊന്ന് പോരാത്തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കളിയാക്കലും ടോണ്ടിങ്ങും. കയ്യിലൊരു ഡിഗ്രി പോലും ഇല്ല, മര്യാദക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞു. ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഒരു ശരാശരി മലയാളം മീഡിയം സ്റ്റുഡന്റിന്റെ ഒരു അവസ്ഥയെ. ഉച്ചയ്ക്ക് എന്റെ ചുറ്റും ഇരുന്ന് ഫുഡ് കഴിക്കാൻ എന്റെ കൊളീഗ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്താ കാര്യം എന്നറിയോ? ഞാൻ കഴിച്ച് തീരുന്നവരെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഉമ്മാരുടെ വിചാരം ഇവര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്നാ. എനിക്കാണ് ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ അറിയണ്ടേ. തൊണ്ടേന്നൊരു വറ്റം ഇറങ്ങൂലെന്നേ. എന്നാലും ഈ വിശപ്പെന്ന് പറയണ പഹേനെ അത് വല്ലാത്തൊരു മോളെ. ഈ വിശപ്പിന് മുമ്പിൽ എന്തോന്ന് നാണം മാനം തോറ്റുപോകുന്നേ നമ്മള്. എന്റെ മുന്നിൽ വെച്ചിട്ട് എന്റെ ബോസിനോട് പോലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്ത് കണ്ടിട്ടാ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തത്? മൂപ്പര് ചിരിച്ചോണ്ട് പറയും അവൾക്ക് അതിനുള്ള കഴിവുണ്ടായിട്ട്. പക്ഷേ ഒരു പോയിന്റില് എന്നോട് തന്നെ ഞാൻ തന്നെ വിചാരിക്കാൻ തുടങ്ങി എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ ഭയങ്കര വൃത്തിയായിട്ട് മട്ടിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോണ്ട് അങ്ങനെ ഇരുന്ന മൂപ്പര് ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു ശില്പി കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ നല്ലൊരു ശില കണ്ടു. ഉടനെ തന്നെ മൂപ്പരൊരു ശില്പം ഉണ്ടാക്കണം. തന്റെ ഉളി കൊണ്ട് ആ ശിലയിൽ ഒന്ന് കൊത്തി പെട്ടെന്നൊരു കരച്ചിലും കിടക്കും. അദ്ദേഹം ആ ശില അങ്ങോട്ട് ഉപയോഗിച്ച് അടുത്ത് കണ്ട മറ്റൊരു ശിലയിൽ പോയിട്ട് ഉളിയും കൊണ്ട് കൊത്തി നോക്കി. അപ്പൊ കരച്ചിൽ കേട്ടില്ല. അദ്ദേഹം ആ ശില വെച്ചിട്ട് മനോഹര ഒരു ശില്പം അങ്ങോട്ട് ഉണ്ടായി. അങ്ങനെ ആ ശില്പി പണിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നടന്ന് അടുത്തുള്ളൊരു ഗ്രാമത്തിലെത്തി. അപ്പൊ ഗ്രാമവാസികൾ പറഞ്ഞു, അമ്പലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ശില്പി, പിന്നെ അങ്ങ് പ്രതിഷ്ഠ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ശില്പി പറഞ്ഞു, പ്രതിഷ്ഠയൊക്കെ റെഡിയാണ്, എന്റെ കൂടെ ഒരു 3-4 പേര് പോരെ, നമുക്ക് കാട്ടിന്നത് എടുത്തിട്ട് വരും. അങ്ങനെ അവർ കാട്ടി ചെന്ന് ആ മനോഹരമായ ശില്പം എടുത്തുകൊണ്ട് വരാൻ തുടങ്ങുമ്പോഴാണ് അതിലൊരാൾക്ക് ഓർമ്മ വന്നത്, അയ്യോ തേങ്ങ ഉടയ്ക്കാൻ കല്ലില്ലല്ലോ. അപ്പൊ ശില്പി പറഞ്ഞ് അടുത്ത് കിടക്കണ ആ കല്ലില്ലേ അതും കൂടെ അങ്ങോട്ട് എടുക്കും. അങ്ങനെ അവർ ആ കല്ലും എടുത്ത് ഗ്രാമത്തിലേക്ക് പോയി. അങ്ങനെ നാളുകൾ കഴിഞ്ഞ് ഒരിക്കൽ തേങ്ങ ഉടയ്ക്കണ ആ കല്ല് അമ്പലത്തിലെ മൂർത്തിയായ കല്ലിനോട് പറഞ്ഞു, എന്റെ അളിയോ, ഇന്റെയൊക്കെ ഒരു യോഗം, നല്ല സുഖാണല്ലേ അമ്പലത്തിനകത്ത്, എല്ലാരും നിന്നെ വണങ്ങുന്നു, പൂജിക്കുന്നു, അഭിഷേകം അർപ്പിക്കുന്നു. എന്റെ കോലം കണ്ടാ തേങ്ങ ഉടച്ചുടച്ച് എന്റെ തലമണ്ട പൊളിഞ്ഞു പോയാ. ഒരേ കാട്ടില് ഒരേ അവസ്ഥയില് കഴിഞ്ഞ എന്നിട്ടാ എന്റെ യോഗം ശ്രീകോവിലിനകത്തിരിക്കാൻ, ഞാനിവിടെ പുറത്ത് തേങ്ങയേറ് കൊള്ളുന്നു. എന്താണല്ലേ? അതിന് നമ്മുടെ മൂർത്തിയായ കല്ല് ഒരു ഉത്തരം അങ്ങോട്ട് കൊടുത്തു. എന്റെ പൊന്നു സഹോദരാ, ശില്പി തന്ന ആദ്യത്തെ അടി, ഉളി കൊണ്ടുള്ള ആദ്യത്തെ പ്രഹരം, അതൊന്ന് സഹിച്ചിരുന്നെങ്കിൽ ഇന്നേ എന്റെ സ്ഥാനത്ത് നീ ഉണ്ടാകും. കഥ പറഞ്ഞ് നിർത്തിയിട്ട് ആ മൂപ്പര് എന്നെ ഒന്ന് അങ്ങോട്ട് നോക്കി. എന്നിട്ട് പിന്നെയും തുടങ്ങി, മോളെ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നീ. തുടക്കത്തിൽ തന്നെ ഈ ലൈഫ് തരണ അടികള്, പ്രശ്നങ്ങള്, വേദനകൾ, അതിന്റെ ഒരു പ്രഷർ സഹിക്കാനാവാതെ ഇങ്ങനെ പരിഭ്രാന്തയായി പോകുന്നത് സമനിലയോടെ നേരിടാൻ പറ്റും. ഈ പ്രശ്നങ്ങള്, വേദനകള്, ഇതെന്ത് നമ്മുടെ നിഴല് പോലെയാ, ചാവണ വരെ കൂടെ ഉണ്ട്. പക്ഷെങ്കില് അതിനെ നിന്റെ ഉള്ളിലെ ദേഷ്യമായി മാറ്റാണ് വേണ്ടത്. അങ്ങനെ ആ ദേഷ്യത്തെ ലൈഫിൽ ജയിക്കാനുള്ള ഇന്ധനമാക്കി, മോട്ടിവേഷൻ ആക്കി മാറ്റണം. ഓരോ വേദനയും, ലൈഫിലെ ഓരോ വേദനയും ഒരു പാഠമാണ്.
ഓരോ പാഠങ്ങളും മനുഷ്യനെന്ന നിലയിൽ നിന്നെ പെർഫെക്റ്റ്. ലൈഫ് സക്സസ് ആക്കിയ ഓരോ മനുഷ്യന്റെയും പുറകിൽ ഒരു വേദന നിറഞ്ഞ കഥയും. ലൈഫിലെ പ്രശ്നങ്ങളെ, വേദനകളെ അക്സെപ്റ്റ് ചെയ്യാനാണ് ആദ്യം പഠിക്കുക. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിനക്ക് സൂര്യനെ പോലെ ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി എരിയ എന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഞാൻ പോകാൻ വിട്ട് ഇങ്ങനെ തന്നെ നോക്കിയിരുന്നു. ഇതാരപ്പി പറയണേ, എന്റെ പാപ്പ ഇങ്ങനെ ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നാന്ന് ഞാൻ. ഒരു പുസ്തകത്തിന് അതിന്റെ കവർ വെച്ച് അളക്കരുത് മോളെ എന്ന് മൂപ്പര്. ആ എന്തായാലും ഇങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയായിരുന്നു കേട്ടാ. പക്ഷേ ആ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചത് അതൊരു വലിയ പാഠമായിരുന്നു. ഇതൊക്കെ എൻ്റെ ടീനേജ് കാലത്ത്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ ഒരു 17-18 വയസ്സായപ്പോൾ അറിഞ്ഞിരുന്നേന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. എന്നാൽ എന്തോരം പ്രശ്നങ്ങൾ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യായിരുന്നു. 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞിറങ്ങണ നമ്മുടെ പിള്ളേരെ ഇവരൊക്കെ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ്ടോ ഇത്. ലൈഫിലെ പ്രോബ്ലംസിനെ, വേദനകളെ എങ്ങനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാം അല്ലേ? കുറഞ്ഞ പക്ഷം ഇതുപോലെയുള്ള കഥകളെങ്കിലും അവർക്കൊക്കെ ഓർക്കാനായിട്ട് ഓരോ അധ്യാപകരും അവരുടെ സ്കൂൾ ജീവിതത്തിൽ അവശേഷിക്കും. എന്തെങ്കിലൊക്കെ അതൊക്കെ ഉപകാരപ്പെടുന്നേ ആ മക്കൾക്ക്. എന്തേ നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ പോന്നോളി കമന്റ് ബോക്സില് നിങ്ങളുടെ അഭിപ്രായം കിട്ടേ എഴുതിക്കോളി. ഇല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് LJJ Talks വരെ ഒരു DM അങ്ങോട്ട് അയക്കാം. കേൾക്കാനതോ നമ്മളിവിടെ ഇരിപ്പുണ്ട് LJJ. അപ്പൊ മറക്കണ്ട, എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5:45. അപ്പൊ വീണ്ടും കാണുവരെ ഇൻഷാ അല്ലാഹ് ഓം ശാന്തി സ്തുതിയായിരിക്കട്ടെ. നമസ്കാരം. പാത്തേ, അനക്ക് എപ്പോഴും തോന്നിട്ടുണ്ടാടി ഈ ലൈഫ് മടുത്തുന്ന്? സോറിടാ പാത്തു, ലൈഫിന്റെ വില അന്നേക്കാ കൂടുതൽ വേറെ ആർക്കറിയാലേ. നമ്മളത് മറന്നുപോയിനല്ല. സോറിടാ വന്നേ. ഇജ്ജു പാടി അതൊക്കെ അങ്ങോട്ട് വിട്. അമ്മക്കോരോ സുലൈമാനും കൂടെ ചൂടായിട്ട് അങ്ങോട്ട് കുടിച്ചിട്ട് വീട് പിടിക്കാം. എന്തേ പാട്ടി ഇജ്ജു വാ പാത്തു.